വെൽക്കം ടു ഓൺലൈൻ ക്ലാസ് ഓഫ് ബ്രൈറ്റ് അക്കാദമി. ഇന്ന് +2 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നമ്മൾ കപ്പാസിറ്റർ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൻ്റെ ബാക്കിയായിട്ട് കപ്പാസിറ്റർ ഓഫ് സ്ഫെറിക്കൽ കണ്ടക്ടർ, അതുപോലെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസാണ് കപ്പാസിറ്റർ. അതിന് രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിൽ ഒരു ഡയലക്ട്രിക് മീഡിയം വെച്ചതിനെയാണ് എന്ത് പറയുന്നത്, കപ്പാസിറ്റർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം പറയാനുള്ളത് കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്ടർ. സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റർ. അപ്പോൾ സ്ഫെറിക്കൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയർ എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും, ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചാർജ് എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം സിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ബൈ ഡെഫിനിഷൻ സി ഈസ് ഈക്വൽ ടു Q by V ആയിരുന്നു അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു പൊട്ടൻഷ്യൽ ബൈ എ പോയിൻ്റ് ചാർജ് അല്ലേ. പൊട്ടൻഷ്യൽ സ്റ്റോർഡ് ഇൻ പോയിൻ്റ് ചാർജ് അല്ലെങ്കിൽ പോയിൻ്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചിരുന്നത്? Q by 4πε0 R എന്നാണ്. Q ഈസ് ദി ചാർജ്. ഇപ്പോൾ ഒരു പോയിൻ്റ് ചാർജ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പോയിൻ്റ് ചാർജിൽ നിന്നും അകലേക്ക് നമ്മളൊരു സ്ഫെറിക്കൽ കണ്ടക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ R അകലത്തിലുള്ളൊരു പോയിന്റിൽ നമുക്ക് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? Q by 4πε0 ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. അപ്പോൾ C ഈസ് ഈക്വൽ ടു Q by V ആണ്. എന്നാൽ V നമുക്കറിയുന്ന കാര്യമാണ്. V ഈസ് ഈക്വൽ ടു Q by 4πε0 ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ C ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? Q ഡിവൈഡ് ബൈ Q by 4πε0 ആണ്. അപ്പോൾ Qയും Q എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോയി. ഈ 4πε0 ആൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ the capacitance of the spherical conductor C is equal to 4πε0 R എന്നായി അല്ലേ. ഈ ഒരു ഇക്വേഷനിൽ ഒരു കാര്യം വ്യക്തമാണ്. സി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? കപ്പാസിറ്ററിൻ്റെ ഡയമെൻഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ലീനിയർ ഡയമെൻഷനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് റേഡിയസ് ഓഫ് ദി സ്ഫിയർ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ 4πε0 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ε0 എന്താണ്? ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ε0യുടെ വില നമുക്കറിയാമല്ലോ, 80.85 × 10⁻12. അപ്പോൾ C ഈസ് ഈക്വൽ ടു 4πε0 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് 1 ഫാരഡ് ആണ്. അപ്പോൾ ഒരു ഫാരഡ് സ്റ്റോർ ചെയ്യാൻ എത്ര റേഡിയസ് ഉള്ള സ്ഫിയർ വേണം നോക്കാം നമുക്ക്. അപ്പോൾ ചാർജ് സ്റ്റോർ ചെയ്യുന്നത് കപ്പാസിറ്റർ എത്രയാണ്? 1 ഫാരഡ് ആണെന്ന് വിചാരിക്കുക. 1 ഫാരഡ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് എത്രയാണ്? അപ്പോൾ R ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? C by 4πε0 R. അപ്പോൾ സിയുടെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1/4πε0. 1/4πε0യുടെ വില എത്രയാണ്? 9 × 10⁻9 അത്രയും മീറ്റർ അല്ലേ. അതായത് ഒരു ഫാരഡ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് 9 × 10⁻9 മീറ്റർ ആയിരിക്കണം. അത് നമുക്ക് എന്തല്ല, പോസിബിൾ അല്ല. കാരണം എർത്തിൻ്റെ റേഡിയസിനേക്കാളും വലിയ റേഡിയസ് ആയി സ്ഫിയർ മാറി. അപ്പോൾ പ്രാക്ടിക്കലി എർത്തിനേക്കാളും വലിയ റേഡിയസ് ഉള്ളൊരു സ്ഫിയർ നമുക്ക് എർത്തിൽ പറ്റില്ലല്ലോ. അപ്പോൾ 9 × 10⁻9 മീറ്റർ റേഡിയസ് ഉള്ളൊരു സ്ഫിയറിനാണ് നമുക്ക് 1 ഫാരഡ് കപ്പാസിറ്റൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റുക നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാത്തത്? പ്രാക്ടിക്കൽ യൂണിറ്റിനെ നമ്മൾ ഫാരഡ് യൂസ് ചെയ്യാത്തത്. അവിടെ നമ്മൾ മൈക്രോ ഫാരഡൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് നാനോ ടെക്നോളജിയിലും കാർബൺ നാനോ ട്യൂബിൻ്റെ ഒക്കെ കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായിട്ട് നമുക്കിതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ 9 × 10⁻9 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റൻസ് എത്രയാണ്? 1 ഫാരഡാണ്. ഇനി എർത്തിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കാം. കപ്പാസിറ്റി ഓഫ് എർത്ത് ഒരു സ്ഫിയറാണ്. അപ്പോൾ നമ്മൾ സിൻ്റെ ഇക്വേഷൻ എന്താ എഴുതുക? 4πε0 R എന്ന് എഴുതും. എർത്തിൻ്റെ റേഡിയസ് 6400 കിലോമീറ്ററാണ്. എർത്തിൻ്റെ റേഡിയസ് അതായത് 6.4 × 10⁻6 മീറ്റർ. അതാണ് എർത്തിൻ്റെ റേഡിയസ്. അപ്പോൾ ഇങ്ങനെയുള്ള എർത്തിൽ എത്ര കപ്പാസിറ്റൻസ് ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും? അപ്പോൾ C ഈസ് ഈക്വൽ ടു 4πε0യുടെ വില 1/9 × 10⁻9 × 6.4 × 10⁻6. ഇത് ഏകദേശം 0.7 മൈക്രോ ഫാരഡിൻ്റെ ഒക്കെ അടുത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എർത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റൻസ് 0.7 മൈക്രോ ഫാരഡിൻ്റെ അടുത്തേ ഇത് വരുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു റേഡിയസ് ഉള്ള സ്ഫിയർ, അതായത് എർത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും ചെറിയ വാല്യൂ ആണ്. അപ്പോൾ അത് നമുക്ക് എന്താണ്
അപ്പോൾ കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് നമ്മൾ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് നമ്മൾ ഏതെടുക്കുന്നത് മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ് പോലത്തുള്ളതാണ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എർത്ത് എന്ന് പറയുന്ന സ്ഫിയറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്ററിൻ്റെ വാല്യൂ 0.7 മൈക്രോ ഫാരഡിൻ്റെ അടുത്തൊക്കെ കിട്ടുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് പേര് പോലെ തന്നെ രണ്ട് പാരലൽ പ്ലേറ്റ്സുകളിടയിൽ ഡൈലക്ട്രിക് വെച്ചിരിക്കുന്ന സംവിധാനത്തിനെയാണ് പറയുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്ലേറ്റിന് പോസിറ്റീവ് ചാർജും സെക്കൻഡ് പ്ലേറ്റിന് അതായത് ക്യൂ പ്ലസും സെക്കൻഡ് പ്ലേറ്റിന് മൈനസ് ക്യൂ ആണ്. ഇപ്പോൾ രണ്ട് പ്ലേറ്റ്, ഒന്നിന് പോസിറ്റീവ് ചാർജ് മറ്റൊന്നിന് നെഗറ്റീവ് ചാർജ്. ഇതിൻ്റെ ഇടയിൽ എന്തിട്ടുണ്ട്? ഒരു ഡൈലക്ട്രിക് മീഡിയം ഉണ്ട്, സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ഡി ആണ്. ഓരോ പ്ലേറ്റിൻ്റെയും ഏരിയ എ ആണ്. ഏരിയ ഓഫ് ദി പ്ലേറ്റ് എ ആണെന്ന് വിചാരിക്കും. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഡിറൈവ് ദി ഇക്വേഷൻ ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ എഴുതാൻ അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. സിമ്പിളാണ്. അപ്പോൾ നമ്മൾ പറയാം കൺസിഡർ ടു പ്ലേറ്റ്സ് P1 ആൻഡ് P2 ഓഫ് ചാർജ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഡി ആൻഡ് ഏരിയ ഓഫ് ഈച്ച് പ്ലേറ്റ് ഇസ് എ. ഓരോ പ്ലേറ്റിൻ്റെയും ഏരിയ എ ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അല്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ്ഡ് പ്ലേറ്റ്സ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എവിടെ മാത്രമേ ഉള്ളൂ? ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സേ ഉള്ളൂ. ആ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്തായിരുന്നു? E ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 അല്ലേ. സിഗ്മേനെ നമ്മൾ ക്യൂ ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം? സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ അല്ലേ. സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ. അപ്പം രണ്ട് പ്ലേറ്റ്സ് കൺസിഡർ ചെയ്യുന്നു. ഒരു പ്ലേറ്റിൻ്റെ ചാർജ് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും. അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ഡി ആണ്. ആ പ്ലേറ്റിൻ്റെ ഏരിയ എന്താണ്? എ ആണ്. ദി ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഇസ് E is equal to sigma by epsilon 0. We know that sigma is equal to Q by A. അതുപോലെ തന്നെ നമുക്കറിയാം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ? E is equal to V by D or V is equal to ED അല്ലേ. അപ്പോൾ E equal to V by D ആണ്. ഇനി നമ്മൾ കപ്പാസിറ്റർ C is equal to ഇക്വേഷൻ എന്താണ്? C is equal to ബൈ ഡെഫിനിഷൻ C is equal to Q by V. Q by V ആണ്. അപ്പോൾ V is equal to E into D എന്ന് എഴുതാം. ഫ്രം ദിസ് ഇക്വേഷൻ V is equal to ED ആണ്. ഇയുടെ വാല്യൂ എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അപ്പോൾ വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സിഗ്മ ബൈ എപ്സിലോൺ 0 D എന്ന് എഴുതാം. അപ്പോൾ നോക്കുക, ബൈ ദ റിലേഷൻ between potential and electric field E is equal to V by D, V is equal to ED ആണ്. E, the electric field between the plates of capacitor is sigma by epsilon 0. On substituting V is equal to sigma by epsilon 0 D അല്ലേ. Q എന്ന് പറഞ്ഞാലോ, from this what is Q? Q is equal to sigma A. Q is equal to sigma A. Q എന്ന് പറയുന്നത് സിഗ്മ എ ആണ്. V എന്ന് പറയുന്നത് സിഗ്മ ഡി ബൈ എപ്സിലോൺ 0 ആണ്. ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ ഓഫ് കപ്പാസിറ്റൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ C ഈസ് ഈക്വൽ ടു സിഗ്മ എ ബൈ സിഗ്മ ഡി ബൈ എപ്സിലോൺ 0 അല്ലേ. അപ്പോൾ സിഗ്മയും കട്ട് ചെയ്ത് പോവും. ഈ എപ്സിലോൺ 0 മുകളിലേക്ക് പോവും. അപ്പോൾ സിയുടെ വാല്യൂ എത്രയായി? എപ്സിലോൺ 0 എ ബൈ ഡി. അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ C ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A by D ആണ്. ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഏരിയക്ക് അനുസരിച്ച് കൂടുന്നു. ഡിസ്റ്റൻസ് കുറയ്ക്കുക, ബിറ്റ്വീൻ ദ പ്ലേറ്റ്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടുന്നു. പിന്നെ ബൈ ഫില്ലിങ് എ ഡൈലക്ട്രിക് മീഡിയം നമുക്ക് എന്ത് കൂട്ടാം? കപ്പാസിറ്റി കൂടാം. അപ്പോൾ മെത്തേഡ്സ് ടു increase the capacity of parallel plate capacitor. What are the methods to increase the capacity of a parallel plate capacitor? By inserting dielectric medium between the plates and increase the area of the plate and decrease the distance between the plate. About how can you increase the capacity of a parallel plate capacitor? By filling dielectric medium between the plates, increasing the area of the plate and decreasing the distance between the plate. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ട് പ്ലേറ്റുകൾ, ഒരു പ്ലേറ്റ് പോസിറ്റീവ് ചാർജും മറ്റേ പ്ലേറ്റ് നെഗറ്റീവ് ചാർജും ഡീസ് അകലത്തിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കപ്പാസിറ്റർ എന്ന് വിളിക്കാം.
ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി ആണ്. ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ. ഫ്രം ദിസ് Q is equal to sigma A. Then by knowing the relation connecting electric field and potential, E is equal to V by D or V equal to ED. On substituting E, V is equal to sigma D by epsilon 0. By definition, the capacitance of a capacitor C is equal to Q by V. നമ്മൾ ക്യൂനും വിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് ദ ഇക്വേഷൻ C is equal to epsilon 0 A by D. From this equation, it is clear that capacity of a capacitor depends on its dimensions, linear dimension, area, size, shape, distance between the plates. ഇതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ how can you increase the capacity of a parallel plate capacitor? By inserting a dielectric medium between the plates and increasing the area of the conductor and reducing the distance between the plates. Then we can increase the capacity of a capacitor. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്ടർ പറഞ്ഞു, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പറഞ്ഞു, മെത്തേഡ് ടു ഇൻക്രീസ് ദി കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗമൊന്നുമല്ല. അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്ടർ ഇക്വേഷൻ എന്താണ്? C is equal to 4 pi epsilon 0 R ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? C is equal to epsilon 0 A by D അല്ലേ. ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 4 pi epsilon 0. അതിൻ്റെ ആറിന് ഡയമെൻഷൻ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെയോ epsilon 0 A by D. അവിടെയും എന്ത് തന്നെയാണ് ഡയമെൻഷൻ, സൈസ്, ഷേപ്പ്, ഇതിനൊക്കെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാം ഹൗ ക്യാൻ യു ഇൻക്രീസ് ദി കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? ഏരിയ കൂട്ടുക, ഡിസ്റ്റൻസ് കുറയ്ക്കുക, ഡയലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് കപ്പാസിറ്റൻസ് ഓഫ് എ N പാരലൽ പ്ലേറ്റ്സ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ പ്ലേറ്റ്സ് ഒന്നുണ്ട്. അപ്പോൾ മിനിമം 2 പ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കാം. ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കാൻ എത്ര പ്ലേറ്റ് വേണം? 2 പ്ലേറ്റ്. 2 പാരലൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കാം. അപ്പോൾ ഒരു 10 പ്ലേറ്റ് ഉണ്ടെങ്കിൽ എത്ര കപ്പാസിറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും? എത്ര കപ്പാസിറ്റർ ഉണ്ടാക്കാൻ പറ്റും? 2 പ്ലേറ്റ് കൊണ്ട് ഒന്നാണെങ്കിൽ 10 പ്ലേറ്റ് കൊണ്ട് എത്ര ഉണ്ടാക്കാം? 9 ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ 10 പ്ലേറ്റ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് 9 കപ്പാസിറ്റർ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ N പ്ലേറ്റുകൾ ഉണ്ടെങ്കിലോ? ഇപ്പോൾ 10 പ്ലേറ്റ് ഉണ്ടെങ്കിൽ 9 ഉണ്ടാക്കാം. 3 പ്ലേറ്റ് കൊണ്ട് 2 അതാ 2 പ്ലേറ്റ് വെച്ചാൽ ഒരു കപ്പാസിറ്റർ അല്ലേ. മൂന്നാമത്തെ പ്ലേറ്റ് വരുമ്പോൾ 2 കപ്പാസിറ്റർ. അപ്പോൾ 3 പ്ലേറ്റ് കൊണ്ട് 2 അപ്പോൾ 10 പ്ലേറ്റ് കൊണ്ട് 9 അപ്പോൾ N പ്ലേറ്റ് കൊണ്ട് എത്ര ഉണ്ടാക്കാം? N-1 കപ്പാസിറ്റർ. അപ്പോൾ N പ്ലേറ്റ്സുകൾ ഉണ്ടെങ്കിൽ N പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര ഉണ്ടാക്കാം? N-1 കപ്പാസിറ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത് കപ്പാസിറ്റൻസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എനർജി എത്രയാണ്? അല്ലെങ്കിൽ കപ്പാസിറ്റർ എത്രയാണ്? കപ്പാസിറ്റൻസ് എത്രയാണ്? ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് epsilon 0 A by D. ഒരു കപ്പാസിറ്ററിൽ epsilon 0 A by D. അപ്പോൾ അങ്ങനത്തെ N-1 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ എത്രയാ? C is equal to N-1 into epsilon 0 A by D. മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പോൾ 2 പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഒരു കപ്പാസിറ്റർ ആവും. ഇപ്പോൾ 3 പ്ലേറ്റ് ഉണ്ടെങ്കിൽ 2 കപ്പാസിറ്റർ ആവും. അപ്പോൾ കപ്പാസിറ്റർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ ആദ്യ ഭാഗം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു ചാർജർ പ്ലേറ്റിൻ്റെ അടുത്ത് അല്ലേ, ചാർജ് ഇല്ലാത്തൊരു പ്ലേറ്റ്, അതിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ചാർജുള്ള പ്ലേറ്റിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അപ്പോൾ ഈ കൊണ്ടുവന്ന് വയ്ക്കുന്ന ആൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ ഇയാൾക്ക് എന്തുണ്ടാവും? പോസിറ്റീവ് ഉണ്ടാവും. ഇനി ഇയാളുടെ വേറൊരു പ്ലേറ്റിന് കൊണ്ട് വെച്ചാലോ ഈ നെഗറ്റീവിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക അല്ലേ. ഈ മെത്തേഡാണ് നമ്മൾ പറഞ്ഞത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ വിത്തൗട്ട് ടച്ചിങ് എ ചാർജ്ഡ് ബോഡി, ചാർജ്ലെസ് ബോഡി വി ക്യാൻ ചാർജ് എനി ചാർജ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ടച്ച് ചെയ്യാതെ നമുക്ക് ഒരു ചാർജ് ഇല്ലാത്ത ബോഡീനെ ടച്ച് ചെയ്യാതെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ആ മെത്തേഡിൻ്റെ പേരാണെന്ത്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ without the actual contact of a charged body, a chargeless body can be charged is called charging by induction. അപ്പോൾ ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണ്
ആരെ ഉണ്ടാക്കാനുള്ള പ്രിൻസിപ്പിൾ, കപ്പാസിറ്റർ ഉണ്ടാക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓർത്ത് വയ്ക്കുക, പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റൻസ് എന്താണ് ശരിക്കും? ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണ്. ഒരു ചാർജ് ഇല്ലാത്ത പ്ലേറ്റിൻ്റെ അടുത്ത് ചാർജുള്ള പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? സ്വാഭാവികമായിട്ടും കപ്പാസിറ്ററായിട്ട് മാറും. ഏത് മെത്തേഡ് പ്രകാരം? ചാർജിങ് ബൈ ഇൻഡക്ഷൻ മെത്തേഡ് പ്രകാരം. അപ്പോൾ n പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കപ്പാസിറ്റർ ഉണ്ടാക്കാം? n-1 കപ്പാസിറ്റേഴ്സ് ഉണ്ടാക്കാം. ഒരു പ്ലേറ്റിൻ്റെ ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി ε0 A/d ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എത്രയായിരിക്കും? n-1 ഇൻറ്റു ε0 A/d ആണ്. അപ്പോൾ ഇനി രണ്ട് കപ്പാസിറ്ററുകൾക്കിടയിൽ വെക്കുന്ന ഡൈലക്ട്രിക് മീഡിയം ഏതാണോ അതിനനുസരിച്ച് നമുക്ക് കപ്പാസിറ്ററിന് പേരൊക്കെ കൊടുക്കാറുണ്ട്. അത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്ററിൽ ഉപയോഗിക്കുന്ന ഡൈലക്ട്രിക് മീഡിയം, അപ്പോൾ നമ്മൾ ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ ആ മീഡിയം അവിടെ ആരാണ്? എയർ ആണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ C = ε0 A/d എന്ന് പറയുന്നത്. അത് എയർ ആണ് അതിൻ്റെ ഡൈലക്ട്രിക് മീഡിയം. ഇപ്പോൾ എയറിനെ മാറ്റി നമ്മൾ മൈക്കയുടെ ഷീറ്റോ വേറെ എന്തെങ്കിലും സെറാമിക്സ് മെറ്റീരിയലോ ε0 ആണ് അതിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈലക്ട്രിക് മെറ്റീരിയലിൻ്റെ പെർമിറ്റിവിറ്റി ε0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കപ്പാസിറ്ററിന് കപ്പാസിറ്റി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇഫ് എനി മീഡിയം ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ε0 any medium of dielectric constant ε0 is filled between the plates of capacitor, then capacitance of the presence of new medium Cm is equal to ε0 ε0 A/d എന്നാവും. അതായത് ഇഫക്റ്റ് ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇതിൻ്റെ അകത്ത് കയറ്റി ഫില്ല് ചെയ്യുമ്പം ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കപ്പാസിറ്റി ε0 ടൈംസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നേരത്തതിനേക്കാളും കൂടുന്നു. അപ്പോൾ ഒറിജിനൽ കപ്പാസിറ്റി എത്രയാണ്? C = ε0 A/d ആണ്. ബൈ ഫില്ലിങ് എ ഡൈലക്ട്രിക് മീഡിയം ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ε0 ആകുമ്പോൾ C എന്തായി മാറി? ε0 ε0 A/d ആയി മാറി. അതായത് Cm/C എന്ന് പറയുന്നത് എന്താണ്? ε0 ആണ്. അല്ലെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ കപ്പാസിറ്റൻസ്, ഒരു മീഡിയം ഫില്ല് ചെയ്ത കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതിൻ്റെ ε0 ടൈംസ് ആയിരിക്കും. ഒരു മീഡിയം ഡൈലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്താൽ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ε0 ഇൻറ്റു അതിന് എയർ ഫില്ല് ചെയ്തപ്പോൾ അല്ലെങ്കിൽ മീഡിയം ഇല്ലാതിരുന്നപ്പോഴുള്ള കപ്പാസിറ്റൻസിന് ടൈംസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ മീഡിയം ഫില്ല് ചെയ്യുന്ന ഡൈലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നേച്ചർ ഓഫ് ഡൈലക്ട്രിക് മീഡിയം ഇൻക്രീസസ് ദി കപ്പാസിറ്റി ഓഫ് എ കപ്പാസിറ്റൻസ്. അപ്പോൾ n പ്ലേറ്റ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പാസിറ്ററുകളുടെ എണ്ണം എത്രയാണ്? n-1. അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? n-1 ഇൻറ്റു ε0 A/d. അതിലൊരു ഡൈലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലോ C medium is equal to ε0 ε0 A/d ആയി മാറും. അപ്പോൾ മീഡിയം ഒന്നുമില്ല, എയർ ആണെങ്കിൽ C എത്രയേ ഉള്ളൂ? ε0 A/d. അപ്പോൾ അതിൽ മീഡിയം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ആരും കൂടെ വരും? ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇൻറ്റു C. അതായത് ε0 A/d ആയിട്ട് മാറും. ഓക്കെ ആണോ? അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഭാഗം കുറച്ച് നന്നായി പഠിക്കുക. അതിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഡെറിവേഷൻ അത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് പറയാനുള്ളത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററാണ്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിൽ നമ്മൾ V പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് V പൊട്ടൻഷ്യൽ കൊടുത്തു അറ്റ് ടൈം T ടൈമിൽ കൊടുത്ത പൊട്ടൻഷ്യൽ V ആണ്. അപ്പോൾ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജ് Q ആണെന്ന് വിചാരിക്കുക. T ടൈമിൽ പ്ലേറ്റുകൾക്കിടയിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജ് Vയും ആ സമയത്തുള്ള ചാർജ് അതിൽ സ്റ്റോർ ചെയ്ത ചാർജ് Q ആണെങ്കിൽ at any time T, V is the potential between the plates and Q is the charge stored in the capacitor. Q is the charge stored in the capacitor. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ Qൻ്റെ കൂടെ ഒരു അഡീഷണൽ ചാർജ് Dക്ക് കൂടി ആഡ് ചെയ്യണം വിചാരിക്കാം. കപ്പാസിറ്ററിലേക്ക് ഒരു അഡീഷണൽ ചാർജ് Dക്കും കൂടി കൊടുക്കണം. യു ഷുഡ് ഡു വർക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ വർക്ക് എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്? എത്ര ചാർജ് ആഡ് ചെയ്യണം? DQ ചാർജ് നമ്മൾ ആഡ് ചെയ്യണം. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ആ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ വർക്ക് ഡൺ dW is equal to VDQ. dW is equal to VDQ. അപ്പോൾ V പൊട്ടൻഷ്യൽ ഉള്ള കപ്പാസിറ്ററിലേക്ക് DQ ചാർജും കൂടി ആഡ് ചെയ്യണം. യു ഷുഡ് ഡു വർക്ക്. ദാറ്റ് വർക്ക് dW is equal to V into DQ. ഇനി Vക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V is equal to എന്തായിരുന്നു?
Q by C. V is equal to Q by C. Q ഒക്കെ എല്ലാം ഒരുപോലെ ഇരുന്നോട്ടെ. V is equal to Q by C. അപ്പോൾ ഇൻറ്റു ഡി ക്യു അല്ലേ. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ, ഇപ്പോൾ ഡി ഡബ്ല്യു ഈസ് ഈക്വൾ ടു നമുക്ക് എന്ത് എഴുതാം, ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യു. ടോട്ടൽ വർക്ക് ഡൺ ടു ഇൻക്രീസ് ദിസ് ചാർജ് ഈസ് ഈക്വൾ ടു ഇൻറ്റഗ്രൽ ക്യൂ ബൈ സി ഡി ക്യു. സി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻറ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുത്തു. 0 to Q0 മാക്സിമം ചാർജ് വരെ നമ്മൾ അറ്റൈൻ ചെയ്യണം വിചാരിക്കുക. അപ്പോൾ 0 to Q0 മാക്സിമം ചാർജ് നമുക്കതിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ 1/c കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ പുറത്തെടുത്തു. ഇൻറ്റഗ്രൽ 0 to Q0 കൊടുത്തു Q ഇൻറ്റു ഡി ക്യു. അപ്പോൾ ക്യൂ ഡി ക്യൂൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? ഇൻറ്റഗ്രൽ ക്യൂ ഡി ക്യു ഈസ് ഈക്വൽ ടു Q സ്ക്വയർ ബൈ 2. ഇൻറ്റഗ്രൽ ക്യൂ ഡി ക്യു ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? Q സ്ക്വയർ ബൈ 2. ഇപ്പോൾ Q സ്ക്വയർ ബൈ 2ൽ നമ്മൾ അപ്പർ ലിമിറ്റ് Q0 ആണ്, ലോവർ ലിമിറ്റ് Q0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/c Q0 സ്ക്വയർ ബൈ 2. ഇപ്പോൾ W ഈസ് ഈക്വൽ ടു 1/Q സ്ക്വയർ ബൈ C എന്ന് കിട്ടി. W is equal to 1/2 Q square by C. W ആണെന്ത്? വർക്ക് ഡൺ. വർക്ക് is stored as energy അല്ലേ? വർക്ക് is stored as energy. So U is equal to half Q0 square by C എന്ന് എഴുതാം. അപ്പോൾ മാക്സിമം ചാർജ്, ഇപ്പോൾ നമ്മൾ ക്യൂവിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ U എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഹാഫ് ഇൻറ്റു Q സ്ക്വയർ ബൈ C. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ U is equal to എന്ത് കിട്ടും? ഹാഫ് Q സ്ക്വയർ ബൈ C എന്ന് കിട്ടും. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q is equal to CV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മളെ കപ്പാസിറ്ററിൻ്റെ നമ്മളെ ഇക്വേഷനില്ലേ V is equal to Q by C. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? Q is equal to CV എന്ന് കിട്ടും. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജിക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ എന്തായി മാറും? ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനർജി U is equal to half Q square by C. ഈ എനർജിയുടെ ഇക്വേഷനിൽ ക്യൂവിന് പകരം എന്ത് ചെയ്യുക? CV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q is equal to CV എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ C സ്ക്വയർ V സ്ക്വയർ ബൈ 2C. ഒരു C ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹാഫ് CV സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററിന് നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി. ഒന്ന് ഹാഫ് Q സ്ക്വയർ ബൈ C, മറ്റൊന്ന് ഹാഫ് CV സ്ക്വയർ. ഇനി നമ്മൾ സിക്ക് പകരം Q ബൈ V എന്ന് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? സിക്ക് പകരം Q ബൈ V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ യുവിൻ്റെ അകത്ത് C is equal to Q by V എന്നുള്ള ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനർജി U is equal to half Q by V into V സ്ക്വയർ. ഇപ്പോൾ ഒരു V നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് എനർജിക്കുള്ള ഇക്വേഷൻ എന്താണ്? U is equal to half Q V. അപ്പോൾ നമുക്ക് 3 റിലേഷൻ കിട്ടും എനർജിക്ക്. U is equal to half Q square by C, U is equal to half CV square, then last U is equal to half Q into V. ഈ റിലേഷൻ വെച്ചിട്ടാണ് നമുക്ക് കപ്പാസിറ്ററിൻ്റെ സ്റ്റോർ ചെയ്ത് എനർജിയുടെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഗ്രാഫ് ഈ റിലേഷനാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഹാഫ് Q V വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഹാഫ് Q V എന്ന് വരാം, ഹാഫ് Q സ്ക്വയർ ബൈ C എന്ന് വരാം, അല്ലെങ്കിൽ ഹാഫ് CV സ്ക്വയർ. ഇതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. തന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും വിത്ത് ഇൻക്രീസിങ് സ്ലോപ്പ്. അപ്പോൾ ഏരിയ അണ്ടർ ദി കർവ് ആണെന്ത്? വർക്ക് ഡൺ ഓർ എനർജി സ്റ്റോർഡ് അല്ലേ? എനർജി സ്റ്റോർഡ് ഇൻ ദിസ് ഏരിയ ഈസ് ഹാഫ് Q V. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഗ്രാഫ് മാത്രം, ഷേപ്പും ഗ്രാഫിൽ ഏതാ ഉപയോഗിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്യൂവും വിയും തമ്മിലുള്ള ഗ്രാഫ്, അത് ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് Q V ആണ്.
നമുക്ക് എനർജി ഡെൻസിറ്റി ഇൻ ഇലക്ട്രിക് ഫീൽഡാണ് പറയാനുള്ളത്. എനർജി ഡെൻസിറ്റി. ഇപ്പോൾ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടിയത്? U is equal to half CV² അല്ലെങ്കിൽ ഹാഫ് QV. നമ്മൾ അധികം ഫെമിലിയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിലേഷൻ ഹാഫ് CV² എന്നുള്ള റിലേഷനാണ് അല്ലേ? ഹാഫ് MV² എന്നൊക്കെ പറഞ്ഞ പോലെ, നമ്മൾ ഹാഫ് QI² എന്നൊക്കെ പറയുന്ന പോലെ, LI², ഹാഫ് LI², ഹാഫ് MV² എന്നൊക്കെ പറയുന്ന പോലെ, ഇവിടെ നമ്മൾ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിന് ഹാഫ് CV² ആണ്. അതിൽ C കപ്പാസിറ്റൻസ് ആണ്, V പൊട്ടൻഷ്യലാണ്. അപ്പോൾ എനർജി ഡെൻസിറ്റി ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? U is equal to half CV². U is equal to half CV². എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U bar is എനർജി സ്റ്റോർഡ് പെർ വോളിയം. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് എന്ത് പറയുന്നത്? എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ U bar is represented as എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി is equal to U by V. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ വോളിയം ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. അപ്പോൾ U is equal to half CV². യുവിന് പകരം ഹാഫ് CV² കൊടുത്തു. വോളിയത്തിന് പകരം ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഇനി വി നോ ദാറ്റ് ദ കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ C is equal to എന്തായിരുന്നു? ε0 A/d. C is equal to ε0 A/d. And also V is equal to potential. V is equal to electric field into distance between the plate. Substituting these two values in this equation, U bar is equal to half C ക്ക് പകരം എന്ത് കൊടുക്കുക? ε0 A/d എന്ന് കൊടുക്കുക. V ക്ക് പകരം E² D² ഡിവൈഡഡ് ബൈ വോളിയം ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ കട്ട് ചെയ്യാളൊക്കെ കട്ട് ചെയ്യുക. ഹാഫ് അവിടെ ഉണ്ടാവും. ε0 എയും കട്ട് ചെയ്തു. ഈ ഡിയും ഇവിടെ ഒരു ഡിയും കട്ട് ചെയ്തു. ഇനി താഴെ ഒരു ഡി ഉണ്ട്, ഇവിടെ ഒരു ഡി ഉണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? ഹാഫ് ε0 E². U bar equal to energy density of the electric field. Energy density in an electric field, U bar is equal to half ε0 E². Half ε0 E². അപ്പോൾ ഇത് റിലേഷൻ ഓർത്ത് വയ്ക്കുക. നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും ഇതിൻ്റെ അനലോഗസ് പഠിക്കും. അന്നേരം കമ്പയർ ചെയ്ത് പഠിക്കണം. അപ്പം മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നമ്മളിവിടെ കോൺസ്റ്റൻ്റ് ഒക്കെ മാറും, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡൊക്കെ വരും. അത് അന്നേരം പറയാം. ഇപ്പം എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഹാഫ് ε0 E² ആണ്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഹാഫ് CV² ആണ്. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ആണ് എന്ത്? എനർജി ഡെൻസിറ്റി. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. U bar is equal to U by V half CV² by AD. AD is the volume of capacitor. ഏരിയ A ആണ്. D ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ആണ്. അതിൽ നമ്മൾ സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ε0 A/d എന്ന് കൊടുത്തു. വിക്ക് പകരം എന്ത് കൊടുത്തു? ED കൊടുത്തു. അത് കട്ട് ചെയ്യാളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? U bar is equal to half ε0 E² എന്ന് കിട്ടി. Where E is the electric field, ε0 is the constant. അല്ലേ? അപ്പോൾ U bar is equal to half ε0 E² is the energy density of capacitor. അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? A parallel plate capacitor with the dielectric constant between the plate has a separation of 5 cm and area 50 cm² is connected to a potential difference of 200 volt. ഇപ്പോൾ ഏരിയ 50 cm²ഉം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 5 cm ഉള്ള രണ്ട് പ്ലേറ്റുകൾ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററിൽ 200 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിലുണ്ടായ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ഈ പ്ലേറ്റ്സുകൾക്കിടയിൽ ഒരു ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K = 5 ഉള്ളൊരു മീഡിയം പ്ലേസ് ചെയ്തപ്പോഴുള്ള ചാർജും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കപ്പാസിറ്ററിൽ എത്ര ചാർജ് സ്റ്റോർ ചെയ്തു എന്നാണ് ചോദ്യം. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? C is equal to ε0 A/d ആണ് അല്ലേ? നമുക്കറിയാം Q is equal to CV ആണ്. Q is equal to CV ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് Q ആണ് കണ്ടുപിടിക്കേണ്ടത്. സിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? ε0 A/d × V.
ക്യൂവിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാവും. Q is equal to epsilon 0 A by D into V. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമായിരുന്നു. എപ്സിലോൺ സീറോയുടെ വില എത്രയായിരുന്നു? 8.85 ഇൻറ്റു 10 റേസ് ടു മൈനസ് 12. ഏരിയ 50 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ 50 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4 സെൻറ്റിമീറ്ററിനെ മാറ്റാൻ 10 റേസ് ടു മൈനസ് 2 സ്ക്വയർ ആയതുകൊണ്ട് 10 റേസ് ടു മൈനസ് 4 ആയി. പിന്നെ ഡിസ്റ്റൻസ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2. ദെൻ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 200. ഇപ്പോൾ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻസർ ചാർജ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Q കിട്ടും 1.77 ഇൻറ്റു 10 റേസ് ടു മൈനസ് 9 കൂളം. അപ്പോൾ 10 റേസ് ടു മൈനസ് 9 എന്ന് പറഞ്ഞാൽ നാനോ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 1.77 നാനോ കൂളംബ് എന്ന് എഴുതാം. അപ്പോൾ ഡൈലക്ട്രിക് മീഡിയം ഇല്ലാതെ കപ്പാസിറ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Q is equal to 1.77 നാനോ കൂളംബ് എന്ന് പറയും. ഇനിയിപ്പോൾ ഇതിൽ ഡൈലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാറും അല്ലേ? എപ്സിലോൺ സീറോൻ്റെ കൂടെ എപ്സിലോൺ ആർ വരും. എപ്സിലോൺ ആറിനെ തന്നെയാണ് നമ്മൾ കെ എന്ന് പറയുന്നത് കേട്ടോ. എപ്സിലോൺ ആർ തന്നെയാണ് എന്ത് കെ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ അല്ലെങ്കിൽ എപ്സിലോൺ ആർ എന്ന് എഴുതാം. അപ്പോൾ നമ്മളെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായി? എപ്സിലോൺ ആർ എപ്സിലോൺ സീറോ എ ബൈ ഡി വെച്ചിട്ട് ക്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു എന്താ വരിക? എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ എ ബൈ ഡി ഇൻറ്റു വി അല്ലേ? അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയത് 1.77 ആണ്. അതിൻ്റെ കൂടെ ആരും കൂടെ വരുന്നു? എപ്സിലോൺ ആറും കൂടെ കയറി വരുന്നു എന്നല്ലേ? അപ്പോൾ എപ്സിലോൺ ആർ ഇൻറ്റു 1.77 ഇൻറ്റു 10 റേസ് ടു മൈനസ് 9 നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത് ബാക്കിയെല്ലാം. അപ്പോൾ 5 ഇൻറ്റു 1.77 ഇൻറ്റു 10 റേസ് ടു മൈനസ് 9 ചെയ്ത് കഴിഞ്ഞാൽ 8.85 ഇൻറ്റു 10 റേസ് ടു മൈനസ് 9 കൂളം. അപ്പോൾ നേരത്തെ 1.7 ആയിരുന്നു. ഇപ്പോൾ ഡൈലക്ട്രിക് മീഡിയം വെച്ചപ്പോൾ ചാർജ് കൂടി. അപ്പോൾ ഡൈലക്ട്രിക് മീഡിയത്തിൻ്റെ പ്ലേസ്മെൻറ്റ് കൊണ്ട് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുന്നു എന്നർത്ഥം. ഏരിയ ഓഫ് ദി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് 0.05 സെൻറ്റിമീറ്റർ. It is filled with a dielectric and its capacity 3.34 × 10⁻⁴ microfarad. Find the dielectric constant. ഇപ്പോൾ dielectric constant ഞാൻ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? C is equal to K epsilon 0 A by D. സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 10⁻⁴ മൈക്രോഫാരഡ് ആണ്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ മൈക്രോനെ മാറ്റിയിട്ട് വേണം എഴുതാൻ. C is equal to 3.54 × 10⁻⁴ × 10⁻�6 ഫാരഡ്. അപ്പോൾ സീനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ബാക്കി ഇതാ കെ കണ്ടുപിടിക്കാനല്ലേ. ഫോർമുല CD by epsilon 0 A കെ കണ്ടുപിടിക്കാം. ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. ഡി തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. എപ്സിലോൺ സീറോയുടെ വാല്യൂ അറിയാം. അപ്പം ഹോംവർക്ക് പാറ്റേൺ ഒന്ന് മാറി. നേരത്തെ നമ്മൾ കപ്പാസിറ്റൻസ് ഒക്കെ ആയിരുന്നു കണ്ടുപിടിച്ചിരുന്നു, ചാർജ് ആയിരുന്നു. അപ്പോൾ ഇത് കപ്പാസിറ്റൻസ് തന്നിട്ട് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കാണാനാണ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യാം. വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററും. കപ്പാസിറ്ററിൻ്റെ ഭാഗം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക കപ്പാസിറ്റർ എന്നുള്ള ഭാഗത്തിന്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റൻസ് ആണ് പറയാനുള്ളത്, പാരലലും സീരീസ് കോമ്പിനേഷനൊക്കെ. അപ്പം ഓരോ ഭാഗവും ശരിക്ക് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക്സ്.